നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് ഇങ്ങനെയുള്ള കളികൾ, അതായത് വോളിബോൾ, ഫുട്ബോൾ, വൈകുന്നേരങ്ങളായ കിളിത്തട്ട് കളി, കിളികളി, കബഡി, ഇതിനൊക്കെ സമയം കണ്ടെത്തി ആ സമയത്തുള്ള പിള്ളേരും എത്ര മനോഹരമായിരുന്നു എന്നറിയുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും കളിയും കാര്യങ്ങളും ചിരിയും ചിന്താഗതിയും എല്ലാം മാറി മനുഷ്യത്വവും സ്നേഹവും എല്ലാം വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ പൊന്നോമൽ പുത്രന്മാർ കണ്ടില്ലേ, വൈകുന്നേരങ്ങളിലെ ആ വേളകൾ അവർ ആനന്ദകരമാക്കുന്നു. വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു വന്ന് കിട്ടുന്ന സമയം മനസ്സിന് ഉല്ലാസം ഏകാനും, അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ പണികളൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഇച്ചിരി നേരം നാട്ടിൻപുറങ്ങളിലെ കളിയൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തി മനോഹരമായ രീതിയിൽ ഇവരുടെ കളിയും കണ്ട് അവർക്ക് പ്രോത്സാഹനമൊക്കെ ഏകി കൈയൊക്കെ അടിച്ച് കോളവും വെച്ച് ഇവിടെ നിൽക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്കും ഇതൊരു പ്രോത്സാഹനമാണ്. എപ്പോഴും പഠിത്തം ട്യൂഷൻ ഇന്നത് സമ്മർദ്ദം കൊടുക്കാതെ കുറച്ച് നേരം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിമുകളിൽ ഏർപ്പെടുത്തി, അതിനൊക്കെ പഞ്ചായത്തുകൾ ഓരോ സ്ഥലങ്ങളിൽ അവർക്ക് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് മനോഹരമായിട്ട് ഓരോ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളോടമുണ്ട്. അതിനെ വളരെ മനോഹരമായി വൃത്തിയാക്കി സൂക്ഷിച്ച് മക്കൾക്ക് അതേകി കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലുള്ള കളികളൊക്കെ ഉയർന്നു വന്നാൽ നമ്മുടെ നാട്ടിലെ സ്നേഹവും കൂട്ടായ്മയും ഇതെല്ലാം ഉണ്ടാകും. ഇതൊക്കെ ഒരു രസമാണ്. ജീവിതത്തിൽ ഇതുപോലുള്ള ആനന്ദകരമായ നിമിഷമാണ് നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ നാട്ടിൻപുറത്തിനെ ഓർക്കുമ്പോൾ കളികളും കാര്യങ്ങളും എല്ലാം പറയാനും, മനസ്സ് തുറന്ന് ചിരിക്കാനും, ഓരോ തമാശകൾ പറയാനും, ഇങ്ങനെ കളികൾ നടക്കുമ്പോൾ വഴക്കുണ്ടാകാനും, ഓരോരോ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ചുമ്മാ രസം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇതുപോലെ വഴക്കും മേളവും ഒക്കെ ബോളിന് വേണ്ടി നമ്മൾ തല്ലുണ്ടാക്കുന്ന ആ സീനൊക്കെ നമുക്ക് എപ്പോഴേലുമൊക്കെ പറഞ്ഞു കളിക്കാൻ ഉള്ള ഒരു സുവർണ അവസരമാണ് നാട്ടിൻപുറങ്ങളിലെ ഈ കളികളും കാര്യങ്ങളുമെല്ലാം. നമ്മൾ എത്ര വലിയവരായി ഏതൊക്കെ രാജ്യത്ത് പോയാലും ഇതൊന്നും ഒരിക്കലും മറക്കില്ല. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഓർമ്മകൾ അതൊരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുള്ള നമ്മുടെ സഹോദരങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരങ്ങളിലെ ഈ കളി, ഈ ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ കളി, ഇഷ്ടംപോലെ ഗെയിമുകൾ നമുക്കുണ്ട്. അതുപോലെ എല്ലാവരും ഗെയിമുകളെ പ്രോത്സാഹിപ്പിച്ച് സ്കൂളുകളിൽ നിന്നും വരെ പിള്ളേരെ ഇച്ചിരി നേരം കളിക്കുക, പ്രീപിയറുകളൊക്കെ അവരെ കൊണ്ട് കളിപ്പിക്കുകയും എപ്പോഴും പഠിത്തമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ വൈകുന്നേരങ്ങൾ ഇതുപോലുള്ള വോളിബോൾ കളികളും ഇതൊക്കെ ഒരു രസമാണ് നാട്ടുകാർക്ക്. നമ്മുടെ ഷമീറും ഷിഹാബൊക്കെ ഇങ്ങനെ വൈകുന്നേരം എവിടുന്നാണ് പൂപ്പള്ളിയിൽ നിന്ന് പട്ടിമുറ്റത്തുനിന്ന് വണ്ടി എടുത്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി കളി കാണാൻ വരിക കണ്ടോ. അപ്പം നമുക്കിത് സ്നേഹം, ഈ കളിയോടുള്ള സ്നേഹമാണ് ഇതിനെല്ലാം പ്രാധാന്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പേട്ടക്കാലിൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടും ഈ കളിയൊക്കെ കാണാൻ. നമ്മുടെ ഇവിടെയുള്ള താരങ്ങളും പ്രൊഫഷണൽ താരങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ കളികളൊക്കെ കണ്ട് കുറച്ച് നേരം ഒക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കറങ്ങിയിട്ട് ഞങ്ങളും അങ്ങ് പോകും. അപ്പോൾ എന്നും ഇതുപോലുള്ള കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. പഞ്ചായത്തുകാർ ഓരോ അവസരങ്ങൾ എല്ലാവർക്കും കൊടുത്ത് നല്ല നല്ല കളികളും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു ഐക്യവും കാര്യങ്ങളും കൂട്ടായ്മയൊക്കെ മാറട്ടെ. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുള്ള ഈ സഹോദരങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മാത്രം.